we plan certain things based on not only what others think, but are we willing to do something outside the box? Expecting something. അമ്മ ഇതുവരെ നമ്മുടെ കർത്താവ് നമ്മെ സഹായിച്ചത് ഓർത്ത് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജനറൽ ജോയിന്റ് സെക്രട്ടറി വിലപ്പെട്ട പ്രിയ ഡോക്ടർ കാച്ചാനം വർക്കിയച്ചാനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ആമി പാസ്റ്റർ സി എബ്രഹാം എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്ന് വീണ്ടും നമ്മൾ ദൈവ വചനത്തിൽ നിന്ന് ആമി കേൾക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനിലായിരിക്കാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വി ഡി ബാബു ഒറീസ നമ്മോട് തുടർന്ന് ദൈവവചനത്തിൽ നിന്ന് സൂക്ഷിക്കുന്നതായി. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സെഷൻ്റെ ലീഡ് ചെയ്യുന്ന ആദരണീയ ദൈവദാസൻ പാസ്റ്റർ കുഞ്ഞുമോൻ വർഗീസ്, എനിക്ക് മുമ്പായി ദൈവവചനം പറഞ്ഞ ഡിഗോൾ ലൂയിസ്, പാസ്റ്റർ അലക്സ് ജോൺ, എനിക്ക് ശേഷം ദൈവവചനം പറയുന്ന ഞാൻ ആദരിക്കുന്ന പാസ്റ്റർ തോമസ് മാത്യു, അതോടൊപ്പം ഈ സ്റ്റേജിലായിരിക്കുന്ന ആദരണീയരും ബഹുമാനീയരായ ദൈവദാസന്മാർ പാസ്റ്റർ സി എബ്രഹാം, പാസ്റ്റർ വർഗീസ് മാത്യു, IPC ജോയിൻറ്റ് സെക്രട്ടറി കാച്ചാണം തച്ചായൻ, എൻ്റെ അയൽവാസിയും ഈ കോളേജിലെ സഹപാഠിയുമായിരിക്കുന്ന പാസ്റ്റർ സാബു തോമസ്, ഇവിടെ ആയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ସ୍ନେହବନ୍ଦନത്തെ ഞാൻ അറിയിക്കുന്നു. ଓଡ଼ିଶାରେ ମଧ୍ୟ ଆମର ଭାଇମାନେ ଏଥିରେ ଯୋଗ ଦେଉଛନ୍ତି, ସେମାନେ ଦେଖୁଛନ୍ତି, ତେଣୁକରି ଗୋଟେ ଓଡ଼ିଆ ଶବ୍ଦରେ ମଧ୍ୟ ମୁଁ କହୁଥିଲି. IPCയുടെ 101ാമത് കൺവെൻഷനിൽ എനിക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷിച്ച് പ്രിയ ദേവദാസൻ പ്രിയ വത്സച്ചാന് ദൈവം കൊടുത്ത ആരോഗ്യത്തെയും ബലത്തെയും ഓർത്ത് സ്തുതിക്കുന്നു. ഒറീസയെ ഓർത്തതിൽ വളരെ നന്ദിയുണ്ട്. ദൈവം ആ ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞാനും പാസ്റ്റർ സാബു തോമസൊക്കെ ഞങ്ങൾ 91 തൊട്ട് 93 കാലഘട്ടത്തിലാണ് ഇവിടെ പഠിച്ചത്. ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ നടന്നു. ആ സമയത്തെ കൺവെൻഷൻ പന്തലുകളിൽ പാടി മറ്റ് ഡ്യൂട്ടികളൊക്കെ ചെയ്ത് 30 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തന്നു. എന്നാൽ ദൈവം തന്നൊരു പ്രേരണ സുവിശേഷം അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകണം, അല്ലെങ്കിൽ സഭകൾ കുറവുള്ള സ്ഥലത്തേക്ക് പോകണമെന്നുള്ളൊരു പ്രേരണ ഇവിടെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് ദൈവം തന്നു. അങ്ങനെ 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. ഇന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായി അവിടെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നതിന് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ അനേക പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ സഹായിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 2000-ലധികം പേർക്ക് സ്നാനപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. 100 കണക്കിന് ശുശ്രൂഷന്മാരെ ദൈവവചനം പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയിലാക്കുവാൻ ദൈവം സഹായിച്ചു. വിശേഷിച്ച് IPCയുടെ പ്രവർത്തനങ്ങളിൽ, ഒറീസ സ്റ്റേറ്റിലുള്ള പ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടുമുള്ള സഭകൾ, IPCയുടെ സഭകൾ പങ്കാളികളാണ്. വത്സച്ചാൻ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ ഗോസ്പൽ ഔട്ട്റീച്ച്, കുമ്പനാട് സെൻട്രലിലുള്ള പല സഭകൾ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണ്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങൾ ഒറീസയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഒറീസയിലുള്ള അവസ്ഥ നിങ്ങൾക്കറിയാം. അത് എൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ ആ വിഷയം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദൈവിക സാന്നിധ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക്ക് ദൈവിക വാഗ്ദാനങ്ങൾ എന്നുള്ള ഒരു വിഷയമാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതിന് ആധാരമായിട്ട് 2 വചനങ്ങളാണ് നോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന് സങ്കീർത്തനം 23:6, 2 പത്രോസ് 1:4. ഈ 2 ഭാഗങ്ങളാണ് ഈ വിഷയത്തിന് ആധാരമായിട്ട് കോണ്ടക്സ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദ പ്രോമിസസ് ഓഫ് ഗോഡ്, ദൈവിക വാഗ്ദാനങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. The promises are the cornerstone of meaningful interaction, shaping the quality and depth of a connection.
വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനമാണ് വാഗ്ദാനങ്ങൾ എന്നുള്ളത്. ആ വാഗ്ദാനങ്ങൾ വ്യക്തികളെ ഒരുമിപ്പിക്കാനും അവരിലുള്ള വിശ്വാസങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. വേദപുസ്തകം പഠിച്ചാൽ ഏതാണ്ട് 30,000-ലധികം വാഗ്ദാനങ്ങൾ ബൈബിളിൽ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ജോൺ ബെനിയൻ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ്: നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വാഗ്ദാനങ്ങളെ കൊണ്ട് ദൈവം നിറച്ചിരിക്കുകയാണ്. അത് സ്പർശിക്കാതെ ഒരിക്കലെങ്കിലും ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്നാണ് ജോൺ ബെനിയൻ തൻ്റെ ജീവിതത്തിൽ നിന്ന്, തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ ഇടയായി തീർന്നത്. ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ബിബ്ലിക്കൽ സ്ക്രിപ്ചറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 വേദഭാഗ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്ന്, നിങ്ങൾക്കറിയാം, നമുക്കെല്ലാം പരിചയമുള്ള 23-ാം സങ്കീർത്തനം, അതിൻ്റെ 6-ാം വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: ഷുവർലി ദ mercy and goodness will follow all day of my life. भलाई और करुणा मेरा जीवन के साथ साथ बने रहेंगे. ദൈവീയ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുക്കുന്ന ഒരു പ്രോമിസാണ് ആ ഭാഗത്ത് നാം കാണുന്നത്. 2 പത്രോസിന്റെ ലേഖനം അതിൻ്റെ 1:4 നാം വീണ്ടും കാണുന്നു. അവിടെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ജീവനും ഭക്തിക്കും വേണ്ടിയുള്ള എല്ലാവിധമായ കാര്യങ്ങളും ദൈവം തന്നിട്ടുണ്ട്. അതോടൊപ്പം പറയുന്ന ഒരു കാര്യം ഇതാണ്: നമുക്ക് മഹത്വവും വിലയേറിയമായ വാഗ്ദാനങ്ങളെ ദൈവം തന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളവിടെ പറയുന്നത്. നിങ്ങൾക്കറിയാം, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എന്തെങ്കിലും നേടിയിട്ടുള്ള ഒരു സ്ഥാനങ്ങളോ അല്ലോ സൗഭാഗ്യങ്ങളോ അല്ല ക്രിസ്തീയ ജീവിതത്തിൽ നമ്മളെ സന്തോഷമുള്ളവരാക്കി തീർക്കുന്നത്. നമ്മളെ സന്തോഷമുള്ളവരാക്കി തീർക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനമായ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടെ രാഷ്ട്രീയം വളരെ കൂടുതലുള്ള സ്ഥലമാണ് കേരളം. നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു പാട്ട് കാണും: നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്നുള്ള പാട്ട് നിങ്ങൾ കേട്ട് കാണും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരുന്നു, ഈ ബന്ധനങ്ങളെല്ലാം അഴിയും, നമുക്ക് കിട്ടുവാനുള്ളത് പുതിയൊരു ലോകം എന്നുള്ളത്. വാഗ്ദാനങ്ങളുടെ പെരുമഴ നമുക്ക് നമ്മുടെയൊക്കെ സംസ്ഥാനങ്ങളിൽ, രാജ്യങ്ങളിൽ നടക്കുന്ന ഇലക്ഷനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇലക്ഷനിൽ വന്ന് പറയാറുണ്ട്, അവർ പറയാറുണ്ട്, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാം, പ്രോമിസുകൾ കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്കുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്ന വാഗ്ദാനങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാകുവാൻ വേണ്ടി ശ്രമിക്കുക. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്, ദാവീദ് പറയുന്ന കോണ്ടെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ്. ദാവീദിനെ കുറിച്ച് നമുക്കറിയാം, ദാവീദ് ഒരു ആട്ടിടയനായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ കരുണയും ദയയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ആബ്സെൻസ് ഓഫ് ദ ട്രബിൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ കരുണയും ദയയും ജീവിതകാലം മുഴുവൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ മുമ്പോട്ട് പോകാനുള്ള ബലവും ശക്തിയും ദൈവികമായ വാഗ്ദാനങ്ങളെ ദൈവം തരുമെന്നാണ് നമ്മുടെ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദുർബലരായി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവിക വാഗ്ദാനങ്ങളെ നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ്. ചിലപ്പോഴെങ്കിലും ദൈവവിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവിക വാഗ്ദാനങ്ങളും നന്മയും കരുണയും ഭലായിയോർ കരുണ അമരസാദ് രഹേഗ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു? 2 പത്രോസിന്റെ ലേഖനം നിങ്ങൾ പഠിച്ചാൽ അറിയാം. 2 പത്രോസിന്റെ ലേഖനം പത്രോസ് എഴുതുവാനുള്ള കാരണം നിങ്ങൾക്കറിയാം, വേദപണ്ഡിതന്മാർക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം. പത്രോസ് വാസ് എ അൺസ്കൂൾഡ് മാൻ. താൻ സ്കൂളിൽ പോയിട്ടില്ല, താൻ ഒരു ലേഖനവും എഴുതുവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ പത്രോസ് ആ ലേഖനം എഴുതുന്ന കാരണം 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ പീഡ വർദ്ധിച്ചൊരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിൽ ദുർബലരായി പോകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഉണർത്തുവാൻ വേണ്ടി
കർത്താവിന്റെ രണ്ടാം വരവിനെ അവരിൽ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് പത്രോസ് ആ രണ്ടാം ലേഖനം എഴുതുന്നത്. അപ്പോൾ ഒരു ചർച്ച ഒരു ക്രൈസിസിൽ കൂടി കടന്നു പോകുന്നു, ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവർക്ക് എൻകറേജ് കൊടുക്കുകയാണ്, പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന ഈ ബാധ്യതകള്, ഈ പ്രശ്നങ്ങള് ഇപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. കാരണം ദ ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസ് ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്, അതിനെ നാം കാത്തിരിക്കണം എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ഡിസംബർ 16 ഭുവനേശ്വറിലുള്ള ഞങ്ങളുടെ ഒരു യുവസ് പാസ്റ്ററെ, 33 വയസ്സുള്ള ഒരു പാസ്റ്ററെ, ഒരു 30ഓളം ആൾക്കാര് ഗർഭിണിയായ തന്റെ ഭാര്യയുടെ മുമ്പിലിട്ട് ഇടിച്ച് പഞ്ചറാക്കി. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ പറയുന്ന മത്തങ്ങയുടെ പോലെ മോഹമായിരിക്കുകയാണ്, രക്തം വാർത്തൊലിച്ചുകൊണ്ട്. തന്റെ ചെവിക്കകത്തുനിന്ന് അവര് ഈ ചെവിക്ക് അടിച്ചതുകൊണ്ട് ചെവിക്കല്ല് പൊട്ടിപ്പോയി, രക്തം ബ്ലീഡ് ചെയ്യാണ്, കേൾക്കത്തില്ല. ഞാൻ ചോദിക്കുമ്പോൾ ആക്ഷനാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ ഓർത്തു, എന്താണ് അദ്ദേഹത്തോട് പറയുന്നത്? ഒരു ദൈവദാസൻ 20 വർഷം ഒരു സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്ത് അനേകരെ കർത്താവിലേക്ക് നേടിയ ഒരു ദൈവദാസൻ 30ഓളം യുവാക്കന്മാരാൽ മർദ്ദിക്കപ്പെട്ട് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ചെന്നിട്ട് പറയാൻ പറ്റുമോ, കരുണയും ദയയും നിന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയുന്നത് ശരിയാണോ? എന്നാൽ ഞാൻ ആ ദൈവദാസനോട് ഒരു കാര്യം പറഞ്ഞു, പ്രിയ ദൈവദാസനെ, നാം വിശ്വസിക്കുന്ന വിശ്വാസം നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളെ കണ്ട് നിരാശപ്പെടുവാനല്ല, മറിച്ച് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ചെറിയ വാഗ്ദാനങ്ങളുണ്ട്. അതിൽ നാം കാണുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മധുരം എന്താണെന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരനെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലാക്കി, അദ്ദേഹത്തിന്റെ നോർമലായിട്ട് വരുന്നു ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഈ നന്മയും കരുണയും അല്ലെങ്കിൽ ദി ഗ്രേറ്റ് പ്രോമിസസ്, ദ പ്രേഷ്യസ് പ്രോമിസസ് എന്ന് പറയുന്നത് ഇത് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതത്തിലും കർത്താവിന്റെ വേലയിലൊക്കെ ആയിരിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് ഉത്തരഭാരതത്തിലൊക്കെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ചിലരൊക്കെ പറയുമായിരുന്നു, ജബ് മസീമേ ആവുകയോ തോ ഖാന മിലേഗ, കപ്പടം മിലേഗ, ഗർ മിലേഗ. കർത്താവിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് കിട്ടും, വസ്ത്രം കിട്ടും, ഭക്ഷണം കിട്ടും എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പൊ പറയുന്നത് ഇതാണ്, കുച്ചുബിനൈ മിലേഗ, ലാത്ത് മിലേഗ, അടി കിട്ടുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഞങ്ങളുടെ ഒരു സുവിശേഷകനെ ആ ഫീൽഡിൽ നിന്ന് അവൻ ഓടിക്കുകയുണ്ടായി. ഇതെല്ലാം വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിസന്ധി വരുമ്പോൾ വിശ്വാസികളുടെ നിലപാടുകൾ എന്താണ്? ദൈവവചനം നമ്മൾ കേവലം പ്രസംഗിക്കുന്നത് കേൾക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടി അതുപോലുള്ള പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ നാം എന്താണ് പ്രതികരിക്കേണ്ടത്? ഒന്നുമില്ല ദൈവമക്കളെ, ദൈവവചനം പറയുന്ന വാഗ്ദാനങ്ങളെ നമ്മൾ ഓർക്കുക. ജസ്റ്റ് റിമെമ്പർ ദ പ്രോമിസസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ഇൻ ദ ബൈബിൾ. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെ ഓർക്കുക. ഒന്നാമത് പറയുന്നതാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ലെന്നുള്ളതാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 25 വർഷത്തിന് ശേഷം ഒറീസയിലെ ഒരു രാഷ്ട്രീയ മാറ്റം വന്നു. ഞങ്ങൾക്കെല്ലാം ഭയമാണിപ്പോൾ. എൻ്റെ വീടാണ് IPC ഒഡീഷയുടെ ഓഫീസായിട്ട് നിൽക്കുന്നത്. ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ദിവസം ദൈവാസ് എന്നോട് വിളിച്ചു പറഞ്ഞു, അത് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ആരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കി കടന്നു പോകാനായിട്ടല്ല. നമ്മൾ ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് സുവിശേഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കാരണം ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജീവനേക്കാൾ അപ്പുറമായി നിങ്ങൾ എന്നെ മാനിച്ചാൽ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും ദൈവം തരുമെന്നുള്ള പ്രത്യാശ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിൽ ഇരിക്കുന്നത്. ഒരു കാലത്ത് IPC സഭകളിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരുന്നത് കർത്താവിന്റെ രണ്ടാം വരവായിരുന്നു. ഇന്ന് വളരെ കുറവാണ്. അതിനെക്കുറിച്ച് പറയാൻ അറിയാത്തവരുടെ സംഖ്യ കുറഞ്ഞതാണോ അതോ അതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റെന്തെങ്കിലും രസകരമായ കാര്യമുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന പാസ്റ്റർ ജോർജ് വർഗീസ്, പാസ്റ്റർ CK ദാനിയേൽ, പാസ്റ്റർ VT അപ്പച്ചൻ, ഇവരുടെയൊക്കെ ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവരൊക്കെ ആ കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ ആത്മാവിലാകുന്നത് കണ്ടിട്ടുണ്ട്. കാരണം ഈ ലോകത്തിൽ നമ്മളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രി എന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അൺടച്ചബിലിറ്റിയുടെ ഒരു മാർഗമാണ്. തൊടുവാനില്ല, വെള്ളം തരത്തില്ല, സുവിശേഷത്തിന് ഒരു ഒച്ചയ്ക്ക് ഒരു പാട്ട് പാടാൻ പറ്റത്തില്ല.
ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങളുടെ ഒരു ചർച്ചുകളിലും പ്രോഗ്രാം നടത്താതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ഇങ്ങനെ എല്ലാം കൊണ്ടും തടസ്സപ്പെടുന്ന ഒരു മാതൃകയിലുള്ള ജീവിതം നമുക്ക് എന്തിനാ വേണ്ടിയത്? പിന്നെ പെന്തക്കോസുകാരനായാല് പെന്തക്കോസുകാരന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? വി ഹാവ് മെനി ഡോൺസ്. നീ അത് കാണരുത്, നീ ഇത് കാണരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്. വി ഹാവ് കവേർഡ് വിത്ത് ലോട്ട് ഓഫ് ഫെൻസിങ്, ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. അനേക പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് നാം പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം, എന്റെ ദൈവമേ, മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നു, എനിക്ക് എന്ത് കിട്ടുമെന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരാം. പ്രിയ ദൈവമക്കളെ, ദൈവവചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? 2 തെസ്സലോനിക്ക ലേഖനം അതിന്റെ 1, 7, 8 പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ മേഘത്തിൽ വരുമ്പോൾ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് പീഡയും നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ വിശ്രാമവും തരുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവജനത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ ലോകത്തിൽ മാത്രമല്ല, വരുവാനുള്ള ലോകത്തിൽ നിത്യതയിലും ദൈവം നമുക്ക് തരുമെന്നുള്ള ആ ഒരു ഭരോസ, ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസമാണ് നമ്മളെ ക്രിസ്തീയ ജീവിതത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിരാശപ്പെട്ടു പോകാം. 3 വർഷം മുമ്പ് ഭുവനേശ്വറിലെ എയിംസിൽ എൻ്റെ ഭാര്യയെ മരിച്ചതായിട്ട് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. പറഞ്ഞ് എല്ലാവരെയും അറിയിച്ചേക്കാൻ പറഞ്ഞു. ഞാൻ ഈ സാക്ഷ്യം കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞതാണ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എൻ്റെ ദൈവമേ, ഇത്രയും പേര് ഇരിക്കുന്നിടത്ത് ഒരു അസുഖമില്ലാതെ അവിടെ ചെന്ന് എൻ്റെ ഭാര്യ എന്തേണ്ട മരിച്ചതുപോലെ കിടക്കുന്ന ഡോക്ടേഴ്സ് കൈപൊക്കി പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പുറത്തേക്ക് ഒരു ഡോക്ടർ, അവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ഒത്തിരി പൈസ ആകും, എന്നാലും അവിടെ കൊണ്ടുപോകാന്ന് എന്ന് അവിടെ ചെന്നപ്പോൾ അവർ പറയുന്നു, ഈ രോഗി 10 മിനിറ്റോളം ശ്വാസമില്ലാതെ കിടന്നു, അവരുടെ ബ്രെയിൻ ഡാമേജ് ആണ്, കിഡ്നി ഡാമേജ് ആണ്, ഹാർട്ട് ഫെയിലിയർ ആണ്, നിങ്ങൾ എന്തിനാ സാറേ ഇവിടെ കൊണ്ടുവെക്കുന്നത്? ഞാൻ ചോദിച്ചു, സാറേ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എൻ്റെ ഭാര്യയെ? വേണ്ട, ഞങ്ങൾക്ക് വി ഹാവ് ഓൾ ഫെസിലിറ്റി. ഞാൻ പറഞ്ഞു, നല്ല കാര്യം ചെയ്യാം, ഞാൻ സൈൻ ചെയ്തു തരാം. എൻ്റെ ഭാര്യ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, അത് ദൈവഹിതമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് 2ാമത്തെ ദിവസം ഡോക്ടർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ തലയനക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ തലയനക്കി? അവരെന്നോട് ചോദിച്ചു, നിങ്ങളുടെ റിപ്പോർട്ട് തെറ്റായിരിക്കും. ഞാൻ പറഞ്ഞു, സാറേ എന്റെ റിപ്പോർട്ട് തെറ്റല്ല, എയിംസിലെ റിപ്പോർട്ടാണ്. നിങ്ങൾക്കറിയാം, എയിംസ് ആണ് ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ ഹോസ്പിറ്റല് ഡോക്ടേഴ്സ് ഉള്ളത്. അവിടെ തെറ്റിയിട്ടില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ ആ സംഭവങ്ങളെ സംഭവിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവജനത്തിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവജനത്തെ ധ്യാനിക്കുക, ഉറക്കെ പിടിക്കുക, അതിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പുറവുറുപ്പില്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമുക്കെതിരായിട്ട് ശത്രു വരുമ്പോൾ, നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ജനത മരുഭൂമിയിൽ 400-ലധികം വർഷങ്ങൾ കഷ്ടപ്പെട്ടു. ഊഴിയ വിചാരന്മാർ അവരെ പീഡിപ്പിക്കപ്പെട്ടു. ആ സമയത്തൊന്നും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല. There was a silent period. നിങ്ങൾക്കറിയാം, ദാവീദിന്റെ ജീവിതം അറിയാം. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അതിനുശേഷം നമുക്കറിയാം, യേശുവും അതുപോലെ തന്നെ ഉച്ചരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം ഒറ്റപ്പെട്ടു പോയി അസഹായരായ അവസ്ഥയിൽ നാം നിൽക്കുമ്പോൾ, നമ്മളെ പീഡിപ്പിക്കുന്നവരും മർദ്ദിക്കുന്നവരുടെ മുമ്പിൽ നാം നിസ്സഹായരായി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരും. എന്നാൽ പ്രിയമുള്ള ദൈവജനങ്ങളെ, നിങ്ങൾ ഓർത്തുകൊള്ളുക, ഇസ്രായേലിനെ പീഡിപ്പിച്ച ആ ശത്രുവിനെ ഇസ്രായേലിന്റെ കൺമുമ്പിൽ നശിപ്പിച്ചു കളഞ്ഞതായിട്ട് അവർക്ക് കാണുവാൻ സാധിച്ചു. നമ്മളെ നിരാശപ്പെടുത്തുന്ന, നമുക്കെതിരായിട്ട് നിൽക്കുന്ന, നമ്മളെ തളർത്തിക്കളയാൻ വരുന്ന വിഷയങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നന്മയും കരുണയും കൊണ്ട് നമ്മളെ നിറയ്ക്കുമെന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളിൽ നിൽക്കുവാനായിട്ടുള്ള ദൈവിക ശക്തി നമുക്ക് തന്ന് ആ പ്രതികൂലത്തെ വെല്ലുവിളിക്കുവാനായിട്ടുള്ള ബലം നമുക്ക് തരുന്നവനാണ്. അതുപോലെ ചരിത്രമാണ് ദാനിയേലിൻ്റെത്. ദാനിയേലിന്റെ ജീവിതത്തിൽ ഇതുപോലുള്ളൊരു പ്രശ്നമാണ് കടന്നു വന്നത്. അദ്ദേഹത്തിനെതിരെയുള്ള ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്നത് 3 നേരം പ്രാർത്ഥിച്ചെന്നുള്ളതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ശിക്ഷ വളരെ വലുതാണ്.
നിന്നെ ഞങ്ങൾ പണിഷ് ചെയ്യാൻ പോവുകയാണ്, സിംഹത്തിന്റെ കുഴിയിലിടാൻ പോവുകയാണ്. എന്നാൽ അവിടെയും സംഭവിച്ചത് എന്താണ്? ആരാണോ ഇവനെ പീഡിപ്പിച്ചത് അവരെ ആ ശത്രു സംഹരിച്ചപ്പോൾ ദൈവത്തിന് വേണ്ടി നിന്ന ദൈവദാസനെ ദൈവം വിടുവിച്ചു. കാരണം ദൈവവചനം പറയുന്നത്, കഷ്ടങ്ങൾ എന്നോട് നിലവിളിക്കുക, ഞാൻ നിങ്ങളെ വിടുവിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന വാഗ്ദാനങ്ങൾ കള്ളത്തരമോ പൊള്ളയോ അല്ല. ഇലക്ഷൻ സമയത്ത് ആൾക്കാർ വരുന്ന പ്രോമിസസുകൾ ഇതൊക്കെയാണല്ലോ. ഞങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റിത്തരാം, നിങ്ങൾക്ക് അത് തരാം ഇത് തരാമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവരാരെയും കാണുന്നില്ല. എന്നാൽ ദൈവം തരുന്ന വാഗ്ദാനങ്ങൾ അത് വിശ്വാസമുള്ളതാണ്, വിലയേറിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈജിപ്തിലെ കഥയും ദാനിയേലിന്റെ സ്റ്റോറി ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഇന്നൊരു വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുവിശേഷം ഭാരതത്തിൽ പ്രസംഗിക്കുവാനായിട്ടുള്ള തടസ്സങ്ങളെ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. ആന്റി കൺവേർഷൻ ബില്ല് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നൊരു സംസ്ഥാനം ഒറീസയിലാണ്. പരസ്യമായിട്ട് സ്ഥാനപ്പെടുത്താൻ പറ്റത്തില്ല, സുവിശേഷം പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് ഒറീസയുടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ പഞ്ചാബിലെയും ചില നോർത്ത് ഇന്ത്യയിലെ ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഡേഞ്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നത് നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് പണം കൊടുത്താന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒറീസയിൽ ഒരു ഫിലിം റിലീസ് ചെയ്തു. ആ ഫിലിമിനകത്ത് പറയുന്നത് 500 രൂപ കൊടുത്ത ഒരാളെ ക്രിസ്ത്യാനിയാക്കാന്നുള്ളത്. കാരണം നോർത്ത് ഇന്ത്യൻ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്ന 2 കാര്യമുണ്ട്: ചപ്പാത്തി ക്രിസ്ത്യൻ ആൻഡ് റൈസ് ക്രിസ്ത്യൻ. 2 ചപ്പാത്തിക്ക് വേണ്ടിയും ഇച്ചിരി ചോറിന് വേണ്ടിയുമാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. പണ്ട് കേരളത്തിൽ ഇത് പറഞ്ഞിരുന്നു, കപ്പയും മത്തിയും തിന്നാൻ പെന്തക്കോസ്തിൽ ചേരണമെന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് ഉറക്കെ നിന്ന് പറയാൻ പറ്റും, നമ്മൾ കപ്പയ്ക്കോ മത്തിക്കോ ചപ്പാത്തിക്കോ ചാവലിനോ പൂരിക്ക് വേണ്ടിയല്ല, വീണ്ടും വരുന്ന യേശു തരുന്നതായ പ്രതിജ്ഞയെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിശ്വാസ ജീവിതത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ! നമ്മളെ തളർത്തിക്കളയുവാൻ, നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, ശുശ്രൂഷയിൽ നമ്മളെ മടിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഗ്രേസ് ആൻഡ് മേഴ്സി ഡസ് നോട്ട് മീൻ ദാറ്റ് ഇസ് ആബ്സെൻസ് ഓഫ് പ്രോബ്ലം ഇൻ അവർ ലൈഫ്. നമുക്ക് ദൈവം കരുണ തരുന്നവനാണ്, അവൻ തന്റെ ദയാൽ നടത്തുന്നവനാണ്, അവൻ നമ്മളെ മുമ്പോട്ട് കൊണ്ടുവന്നവനാണ്, അവൻ നമ്മളെ ലജ്ജിപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുവന്ന് ദൈവമായിരിക്കുമ്പോൾ പോലും പ്രതിസന്ധികൾ വരുമ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള ബലം നമുക്ക് തരുന്നതാണ്. നമ്മുടെയൊക്കെ മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ചുള്ള പാട്ടുകളാണ്. എല്ലാ പാട്ടും വേണേൽ മരണ വീട്ടിൽ പാടാൻ പറ്റും. കാരണം അത്രയ്ക്ക് നമുക്ക് കംഫോർട്ട് തരുന്നതാണ് ഈ പാട്ടുകളെല്ലാം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം പെന്തക്കോസ്റ്റ് ഇവിടെ ആരംഭിച്ചപ്പോൾ ഇറ്റ് വാസ് നോട്ട് എ ഈസി വേ ടു ആക്സെപ്റ്റ് പെന്തക്കോസ്റ്റിസം. പെന്തക്കോസ്റ്റ് വിശ്വാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞ വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ലായിരുന്നു. അന്ന് ഒത്തിരി പീഡ സഹിച്ചവരാണ്. എന്നാൽ ഇന്ന് കേരളത്തിന്റെ അവസ്ഥ മാറി. പെന്തക്കോസ്തുകാരെ ജനം ഭയപ്പെട്ടു തുടങ്ങി. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഇത് ശരിയായ രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ എത്തിയിട്ടില്ല. കാരണം സാധാരണക്കാരായ വിശ്വാസികളാണ് ഈ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്, പൊളിറ്റിക്കൽ പവർ അവരില്ല. എന്നാൽ ഇതിന്റെ മുമ്പിലെല്ലാം ഇവരെല്ലാം പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം ഇതാണ്: ഞങ്ങൾ അറിഞ്ഞ സത്യം വലുതാണ്. കാരണം ഈ ഭൂമിയിലെ ജീവിതം ഞങ്ങളുടെ പോയാലും വരുന്നൊരു രാജ്യത്തിൽ ദൈവത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുന്നു. ആ രാജ്യം നിലനിൽക്കുന്നതാണെന്നുള്ളതായ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവരെ നിലനിർത്തുന്നത്. 2007 കന്ധമാലിൽ 100 കണക്കിന് ആൾക്കാരെ കൊന്നു. ഞാൻ കന്ധമാൽ ഒറീസ സ്റ്റേറ്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പോലും കന്ധമാൽ ഡിസ്ട്രിക്റ്റിന്റെ കൂടെ പാസ്റ്ററാണ്. എല്ലാ 2 മാസം ഞാൻ അവിടെ പോകുന്നവരാണ്. നമുക്ക് 100 കണക്കിന് സഭകളും വിശ്വാസികളുള്ള ഒരു സ്ഥലമാണ്. 2007 അവര് കൂട്ടമായിട്ട് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പലരോടും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് വന്നു? അവർ പറഞ്ഞൊരു കാര്യം, സാറേ, ദൈവവചനം പറയുന്നത് വാസ്തവമാണെങ്കിൽ ഈ ലോകത്തിലെ ഈ മരണം ഞങ്ങൾക്ക് വിഷയമല്ല, ദൈവിക വാഗ്ദാനങ്ങൾ ഞങ്ങൾക്കുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, 101ാം കൺവെൻഷനിൽ IPC വളർന്ന ഈ നിലയിലെത്തി. ആദരണീയനായ ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ K. എബ്രഹാം കൊടുത്ത ദർശനം മലയാള ഭാഷയെ മറികടന്നുകൊണ്ട് ഉത്തരേന്ത്യയുടെ എല്ലാ ഭാഷകളിലും ഇപ്പൊ കയറിയിരിക്കുകയാണ്. പെന്തക്കോസ്തം സമൂഹത്തിൽ വളർന്നു വന്നിരിക്കുകയാണ്. ആ വളർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിസന്ധികളും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസം വരുന്നുണ്ട്. അത് കേരളത്തിലും ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഈ ദിവസങ്ങളിൽ അറിയാൻ പറ്റിയത്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കർത്താവേ, ആ നിയമങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും, ഞങ്ങൾ എവിടെ ആരാധിക്കും, എവിടെ ഞങ്ങൾ ശവമടക്കും എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം. ഞാൻ ഒറീസയുടെ എല്ലാ സ്ഥലങ്ങളിലേക്കും മിക്കവാറും യാത്ര ചെയ്യും. എന്നോട് പലരും പറയും ഒറ്റയ്ക്ക് പോകരുതെന്ന് പറയും. കാരണം ദൂരങ്ങൾ ഒത്തിരി ഉണ്ട്, കേരളത്തെക്കാളും വളരെ വലുതായതുകൊണ്ട്.
കാരണം എൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞ ദിവസം പേടിയാണ്, എന്നെ ഒറ്റയ്ക്ക് വിടാൻ പേടിയായിരുന്നു. കാരണം ഞങ്ങളുടെ നമ്പർ അവർ നോക്കുന്നു, ഫോൺ നമ്പർ നോക്കുന്നു, ഞങ്ങളെ വാച്ച് ചെയ്യുന്നു, എല്ലാം കൂടെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ ദൈവം തന്നിരിക്കുന്ന സമയത്ത് മുമ്പിൽ ദൈവം ശുശ്രൂഷയെ നമുക്ക് തീർക്കുക. കാരണം നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മൾ വരാനുള്ള ലോകത്തിലുള്ളവരാണ്. അതുകൊണ്ടാണ് ആ പാട്ടുകാരൻ പാടിക്കുന്നത്, കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് പാടിയാട്ടെ, 1 മിനിറ്റ് കൊണ്ട്. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയോ, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ. നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള വാഗ്ദാനങ്ങളെ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യണം. ദൈവിക വാഗ്ദാനങ്ങളെല്ലാം സമ്പൂർണമായി, ഒരു പാട്ട് പറയുന്നത് പോലെ ഒരു വാഗ്ദാനം കൂടെ നിലനിൽക്കുന്നു, നമ്മുടെ യേശുവിന്റെ വരവ്. യേശുവിന്റെ വരവ് വരുമ്പോൾ അവൻ നമ്മളെ കൊണ്ടുപോകും, നമ്മുടെ കണ്ണുനീര് മാറ്റി നിത്യമായി ദൈവ കൂടെ വസിപ്പാനായിട്ടുള്ള സൗഭാഗ്യം ദൈവവചനം നമുക്ക് തരുന്നത് കൊണ്ട് വിശ്വസ്തമായി ഈ വാക്യത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് നമുക്ക് ഈ സെഷൻ സമാപ്തിയാം. ഹല്ലേലൂയ.